ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണത്തിൽ SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നലെ വൈകുന്നേരമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഉത്തരവ് കർണാടക ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ അന്വേഷണം ആരംഭിച്ച SITക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതാണ് ഈ പദവി. അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിയമക്കുരുക്ക് ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിട്ടുള്ളത്. ഇത് ഈ കേസിന്റെ രഹസ്യാത്മകത സ്വഭാവത്തെ കൂടുതലായി സഹായിക്കുന്ന രീതിയിലാണ് ഈ പോലീസ് സ്റ്റേഷൻ പദവി ഉൾപ്പെടെ നൽകിയിരുന്നത്. നേരത്തെ ധർമ്മസ്ഥല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചെങ്കിലും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനെ ഒരു കാര്യത്തിലും ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചുള്ളത്. പക്ഷേ നിയമ നടപടികൾ അതിന്റെ പല പ്രൊസീജിയേഴ്സും പൂർത്തിയാക്കണമെങ്കിൽ ഇതിന്റെ പരിധിയിൽ വരുന്ന പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമീപ്യം അത്യാവശ്യമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ഒരു പോലീസ് സ്റ്റേഷനുള്ള അധികാര പരിധി SIT സംഘത്തിന് നൽകിയത് വഴി ഇതിന്റെ ഒരു രഹസ്യാത്മക സ്വഭാവം കൈവരിക്കാനും വരുന്ന നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാക്കാനും ഇത് സഹായകരമാകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരമപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഇത് നിർണായകമാണ്. SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസത്തെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെയോടുകൂടി തന്നെ ഈ അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം ഏറ്റെടുത്തിട്ട് രണ്ടാഴ്ച പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ 2 ആഴ്ച കാലത്തെ അന്വേഷണ പുരോഗതി തെളിവുകൾ ലഭിച്ചു. അതിന്റെ ആധികാരികത, സാക്ഷിയുടെ മൊഴികൾ, മറ്റു മൊഴികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അതായത് ഈ സാക്ഷി ശുചീകരണ തൊഴിലാളി 5ലധികം മൃതദേഹഭാഗങ്ങൾ സംസ്കരിക്കുന്നത് കണ്ടു എന്ന ഒരു സാക്ഷി ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് ആ സാക്ഷി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികളിലൂടെ അന്വേഷണത്തിലൂടെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ പ്രതികളെല്ലാവരെയും പിടികൂടാനാകുമെന്നും ഇരകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പു നൽകാനും ഇപ്പോൾ SIT സംഘത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് പ്രധാനമായും ഹിഡൻ സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. കല്ലൂരിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള വനമേഖല, ബേളൂർ വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ പരിശോധന. ഇന്നും അവിടെ തന്നെ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കുന്നത്, അതായത് റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഈ തെളിവെടുപ്പിന് ഹാജരാവാതിരുന്നത്, തെളിവെടുപ്പിന് വരാതിരുന്നത് എന്നുള്ള ന്യായീകരണമാണ്, അത്തരത്തിലൊരു വിശദീകരണമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അസ്ഥികളും തലയോട്ടിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസങ്ങളിൽ ഈ തെളിവെടുപ്പ് മുടങ്ങിയത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 13ാമത്തെ പോയിന്റിലെ പരിശോധന ഇനിയും ആരംഭിച്ചിട്ടില്ല. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമായിരിക്കും 13ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. എന്തായാലും ഇന്നലെ നേരത്തെ തന്നെ, അതായത് ഇന്നലെ 1 മണിയോടുകൂടി ആരംഭിച്ച ഈ പരിശോധന ഈ 5:30 തന്നെ അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. വലിയേറെ പ്രതിസന്ധികളിലൂടെയാണ് അന്വേഷണ സംഘം കടന്നു പോകുന്നത്. ഇന്നലേക്ക് നമ്മളിവിടെ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആനയുടെ ഒക്കെ അടക്കം വലിയ ശല്യം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഘോരവനത്തിൽ ചെളി നിറഞ്ഞൊരു പ്രദേശമാണ്. മാത്രമല്ല ക്ഷുദ്രജീവികളുടെ ആക്രമണവും പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കനത്ത മഴ പെയ്യുന്ന ഘോരവനത്തിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശുചീകരണ തൊഴിലാളിക്ക് പുറമെ, അതായത് ഭീമയ്ക്ക് പുറമെ നിരവധി പേരും ഇതുമായി ബന്ധപ്പെട്ട് പരാതികളും അറിയിച്ചിട്ടുണ്ട്. വിശ്വസനീയമായ സാക്ഷിമൊഴികളും നൽകിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തിൽ സഹായകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക നീക്കം അത് ഈ പോലീസ് സ്റ്റേഷൻ പദവി SIT സംഘത്തിന് നൽകി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ നിയമക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ഈ കേസിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനും നടപടിക്രമങ്ങൾ ത്വരിതഗതിയിൽ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ SITക്ക് പ്രത്യേക പോലീസ് സ്റ്റേഷൻ പദവി അധികാരം നൽകിയിട്ടുള്ളത്. ദീപ്തി. തീർച്ചയായും ജോസഫ്, നമുക്കറിയാം അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് NIAക്ക് കേസ് അന്വേഷണ ചുമതല നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയും അടക്കം നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു NIAക്ക് അന്വേഷണ ചുമതല നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഈ സാർക്ക് ട്രീറ്റി പ്രകാരം ഇന്ത്യയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ സംഭവിച്ചിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും വംശഹത്യയുമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് പരാതിക്കാരൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചത്. ഇതേ തുടർന്ന് കേന്ദ്ര തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് ഈ കേസ് പഠിക്കാനും പരിശോധിക്കാനും ആവശ്യപ്പെട്ട് മന്ത്രാലയം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനനുസരിച്ച് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIAയുടെ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇരകളുടെ കുടുംബവും സമരസമിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് നിലവിലെ SITയുടെ അന്വേഷണം തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണം ആവശ്യമുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ ഈ കേസിന്റെ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ കേസ് NIAക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രതിപട്ടികയിലുള്ളവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ ആളുകൾ പ്രബലരാണ് എന്നാണ് സാക്ഷി നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. SIT നിലവിൽ നിഷ്പക്ഷ അന്വേഷണമാണ് നടത്തുന്നതെന്ന് സമരസമിതി പ്രവർത്തകരും ഇരകളുടെ കുടുംബവും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേസിൽ മറ്റൊരു ഏജൻസി കൂടി അന്വേഷണം നടത്തും, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗ്യാഗ് ഓർഡറുകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മസ്ഥല കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു മുൻപ് ഇത്തരത്തിൽ 318ഓളം മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ആ നടപടി ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിവാദമായിട്ടുള്ള ഗ്യാഗ് ഓർഡർ, അതായത് കർണാടകയിലെ ഒരു കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഗ്യാഗ് ഓർഡർ, അത് സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു. അതിനു മുൻപ് കർണാടക ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതി ഈ വിവാദ ഗ്യാഗ് ഓർഡർ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്യാഗ് ഓർഡറിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത് ജനാധിപത്യത്തിനെതിരാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നത് ജനാധിപത്യത്തിനെതിരാണ്, ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരാണ്, സംസാര സ്വാതന്ത്ര്യത്തിനെതിരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഈ കോടതി ഈ വിവാദ ഉത്തരവ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏകപക്ഷീയമായി ജഡ്ജി ഇത്തരത്തിൽ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിരുന്നത്. ഇതേ സ്ഥാപനത്തിന്റെ ഒരു ലോ കോളേജിൽ പഠിച്ച ഒരു അഭിഭാഷകൻ പിന്നീട് ജഡ്ജിയായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം എടുത്തതെന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് അന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. ആ ചോദ്യം ചെയ്യപ്പെട്ട ആ വിധി റദ്ദ് ചെയ്യുകയുണ്ടായി. വിവാദ ഗ്യാഗ് ഓർഡർ റദ്ദ് ചെയ്യുകയുണ്ടായി. എന്തായാലും സുപ്രീം കോടതി വലിയൊരു നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം അത് ജനാധിപത്യത്തിനെതിരാണ്, അത് സ്വാതന്ത്ര്യത്തിനെതിരാണ്, അത് ഭരണഘടനയുടെ മൗലിക മൂല്യങ്ങൾക്കെതിരാണ് എന്നുള്ള സുപ്രധാന വിലയിരുത്തലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി.
ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണത്തിൽ SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. ജോസഫ് അഗസ്റ്റാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.